ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ സാധന സാമഗ്രികൾ പട്ടാപ്പകൽ മോഷണം പോയി. കടാതി 24-ാം വാർഡിലെ 2 ലക്ഷത്തോളം രൂപ വില വരുന്ന വെയിറ്റിംഗ് ഷെഡിന്റെ സാധനങ്ങളാണ് കവർന്നത്. വാർഡ് കൗൺസിലറുടെ പരാതിയിൽ മൂവാറ്റുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ സാധന സാമഗ്രികളാണ് പട്ടാപ്പകൽ കവർന്നത്. മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള 24-ാം വാർഡിൽ സ്ഥാപിച്ചിരുന്ന വെയിറ്റിംഗ് ഷെഡിന്റെ അവശിഷ്ടങ്ങളാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസമാണ് ദേശീയപാത റോഡ് വികസനത്തിന്റെ ഭാഗമായി ഈ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു നീക്കിയത്. 6 കസേരകളും ഇരുമ്പ് പൈപ്പുകളും ഷീറ്റുകളുമാണ് മോഷണം പോയിട്ടുള്ളത്. ഉച്ചയ്ക്ക് 12 മണിയോടെ എത്തിയ ആളുകളാണ് സാധനങ്ങൾ മോഷ്ടിച്ചത്. എറണാകുളം ഭാഗത്തേക്കാണ് മോഷണ സാധനങ്ങളുമായി ടിപ്പർ ലോറി കടന്നുപോകുന്നത്. CCTV ദൃശ്യങ്ങളിൽ മോഷ്ടിച്ച സാധനങ്ങളുമായി വാഹനം പോകുന്ന ദൃശ്യങ്ങളുണ്ടെങ്കിലും വാഹനത്തിന്റെ നമ്പർ തെറ്റായുള്ളതാണെന്ന് നഗരസഭാ കൗൺസിലർ അമൽ ബാബു പറഞ്ഞു. സംഗമം ബസ് സ്റ്റോപ്പ് 17-ാം തീയതി പൊളിക്കുകയും അതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ എടുത്തു വയ്ക്കുകയും ചെയ്തു. 18-ാം തീയതി ഉച്ചയോടുകൂടി അതിന്റെ ആ പൊളിച്ചു വെച്ച ഭാഗങ്ങൾ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. അത് ഇവിടെ നിന്ന് ഒരു നിസാൻ ടിപ്പറിൽ കയറ്റി അതിവിടുന്ന് കട്ടുകൊണ്ട് പോവുകയുണ്ടായി. അതിന്റെ ഭാഗമായി ഇന്നലെ ഹൈവേയുടെ സീനിയർ മാനേജർ അതുലും ഞാനും ചേർന്ന് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് 2 ലക്ഷം രൂപയോളം ബന്ധപ്പെടുന്ന സാധനങ്ങളാണ്. ആ സാധനങ്ങളുടെ എത്രയും പെട്ടെന്ന് തന്നെ CIയുടെ അടുത്ത് അതിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ സമർപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കണമെന്ന് നമ്മൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഇന്നലെ പട്ടാപ്പകൽ ഇവിടെ നമ്മുടെ കടാതി ഭാഗത്തുണ്ടായ മോഷണമാണ്. പട്ടാപ്പകൽ 18-ാം തീയതി ഉണ്ടായ മോഷണമാണ്. എന്താണ് അതിൻ്റെ ഇതെന്ന് മനസ്സിലാവുന്നില്ല. അതിൻ്റെ വണ്ടി നമ്പർ നമ്മൾ പരിശോധിച്ചു. വണ്ടി നമ്പർ വളരെ ഫേക്കായ വണ്ടി നമ്പറാണ്. ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം 2 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയത്. റോഡ് പണി പൂർത്തീകരിച്ചതിനു ശേഷം ഇവിടെ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുന്നില്ലെങ്കിലും നഗരസഭയുടെ മുതലാണ് മോഷണം പോയിരിക്കുന്നത്. ദേശീയപാത സീനിയർ എഞ്ചിനീയർ അതുൽ പോളിന്റെ പരാതിയിൽ മൂവാറ്റുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെ എത്രയും വേഗത്തിൽ കണ്ടെത്തി മോഷണം മുതൽ തിരികെ എത്തിക്കണമെന്ന് നഗരസഭാ കൗൺസിലർ അമൽ ബാബു ആവശ്യപ്പെട്ടു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ MCS ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ.